ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട്. അവസാന ദിനം 350 റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചെടുത്തത്. സെഞ്ചുറിയുമായി തിളങ്ങിയ ബെൻ ഡക്കറ്റാണ് കളിയിലെ താരം. പടിക്കൽ കളിമറന്ന് ഇന്ത്യ. ശുഭ്മാൻ ഗില്ലിന് നായകനായി ശുഭമല്ലാത്ത അരങ്ങേറ്റം. അവസാന ദിനം 90 ഓവർ ബാക്കി നിൽക്കെ 350 റൺസ് എന്ന ഏറെക്കുറെ അസാധ്യമാകുമെന്ന് തോന്നിച്ച സ്കോറാണ് ഇംഗ്ലണ്ടിന് മുന്നിലുണ്ടായിരുന്നത്. ബാസ്ബോൾ ശൈലിയിൽ ഇംഗ്ലണ്ട് താരങ്ങൾ ക്രീസിൽ ഉറച്ചുനിന്നതോടെ ജസ്പ്രീത് ബുംറയടക്കം ഇന്ത്യയുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും വിഫലം. ബെൻ ഡക്കറ്റും സാക് റൌലിയും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് പ്രസിദ്ധ് കൃഷ്ണ പൊളിക്കുമ്പോൾ 188 റൺസിലെത്തിയിരുന്നു ഇംഗ്ലണ്ട്. റൌലി 65 റൺസിന് മടങ്ങിയെങ്കിലും ഡക്കറ്റ് അടിച്ചു തകർത്തു. 170 പന്തിൽ 149 റൺസ് എടുത്ത ഡക്കറ്റിനെ ഷാർദുൽ താക്കൂർ പുറത്താക്കുമ്പോൾ ലക്ഷ്യത്തിന് അടുത്തെത്തിയിരുന്നു ഇംഗ്ലണ്ട്. തൊട്ടടുത്ത പന്തിൽ ഹാരി ബ്രൂക്കിനെയും വീഴ്ത്തി ഷാർദുൽ പ്രതീക്ഷ നൽകിയെങ്കിലും ജോ റൂട്ട് ഒരറ്റത്ത് നങ്കൂരമിട്ടതോടെ ജയം ഇംഗ്ലണ്ടിന്. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയ്ക്ക് ഇത്തവണ ഒന്നും ചെയ്യാനായില്ല. 19 ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റൊന്നും നേടിയില്ല ബുംറ. അർദ്ധ സെഞ്ചുറി നേടിയ ജോ റൂട്ടിനൊപ്പം അവസാന ഓവറുകളിൽ തകർത്തടിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ ജാമി സ്മിത്തും ഇംഗ്ലണ്ട് ജയത്തിൽ നിർണായകമായി. ആദ്യ ദിനം മുതൽ ഇന്ത്യക്കുണ്ടായിരുന്ന മുൻതൂക്കം അവസാന ദിനം കൈവിട്ടു. ഫീൽഡിംഗിൽ തുടരെ വരുത്തിയ പിഴവുകൾക്ക് ഇന്ത്യ വലിയ വില നൽകി. 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും KL രാഹുലും യശസ്വി ജയ്സ്വാളുമെല്ലാം സെഞ്ചുറിയോടെ തകർത്തടിച്ചിട്ടും ഇന്ത്യക്ക് ജയിക്കാനായില്ല. ശുഭ്മാൻ ഗില്ലിന് നായകനായുള്ള അരങ്ങേറ്റത്തിൽ തോൽവിയുടെ നിരാശ. ഇംഗ്ലണ്ട് ആകട്ടെ 5 മത്സര പരമ്പരയിൽ മുന്നിലെത്തി. ജൂലൈ 2-ന് ബിർമിംഗ്ഹാമിലാണ് 2ാം ടെസ്റ്റ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.